എന്റെ മീരക്കുട്ടിയോ? ആയിമേ ദേ ഇപ്പൊ ആയമ്മയുടെ പരാതി തീർന്നല്ലോ. ദാ മീരയെ കയ്യോടെ കൊണ്ടുവന്നു. മെടുക്കത്തി ആയല്ലോ നീ. എവിടെ എല്ലാരും? ഇന്നെങ്കിലും എല്ലാരും ഒന്നിച്ച് കാണാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ വിഷ്ണു പതിവ് പോലെ ഫാക്ടറിയിൽ പോയി. നിങ്ങൾ കയറി വാ മോളെ. ആഹാ, ആരൊക്കെയാ വിരുന്നുകാര്? വാ വാ. അയ്യോ, ഞങ്ങള് വിരുന്നുകാരൊന്നും അല്ലേ, ഞങ്ങൾ ഈ വീട്ടുകാർ തന്നെയാ. എടാ, ഞാൻ ചുമ്മാതെ പറഞ്ഞല്ലേടാ. നീ വീട്ടുകാരനാണെന്ന് എനിക്കറിയില്ലേ? ആഹാ, നീ അങ്ങ് വളർന്നല്ലോടി കാന്താരി. എടാ, ഇവിടെ പഴയ കുസൃതിയും കുറുമ്പും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ആ, ഇപ്പൊ കുറുമ്പ് കാണിച്ച നല്ല പെട കിട്ടുന്നറിയാം. അതുകൊണ്ട് മര്യാദക്കാരിയായിട്ട് കഴിയുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഞാനും ഒന്ന് ആയിമയുടെ കൂടെ. അതിന് നീ അനുവാദം ചോദിക്കുന്ന എന്തിനാ? പണ്ടു ആയമ്മയുടെ പുറകെ നടപ്പായിരുന്നില്ലേ നിന്റെ പണി? ആ, നിന്റെ വിശേഷം പറ, കേക്കട്ടെ. വിശേഷങ്ങളായിട്ട് പറയാൻ ഒന്നുമില്ലെന്നുള്ളതാണ് സത്യം. ചെന്നൈയിൽ നിന്ന് എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. അത് മാത്രമേ ഉള്ളൂ വിശേഷമായിട്ട് പറയാൻ. പിന്നെ ജോലി നാട്ടിലായതിന്റെ ഒരു സമാധാനം. നീ ബാങ്കിന്റെ ഓഡിറ്റിംഗ് സെക്ഷനിലല്ലേ? ജോലി കുറച്ച് കഷ്ടപ്പാടായിരിക്കും. സമയക്ലിപ്തതയില്ലാത്ത ജോലിയാ. മിക്ക ദിവസവും പാതിരാത്രി വരെ ഇരുന്ന് ചെയ്താലും തീരില്ല. പിന്നെ കൃത്യസമയത്ത് പോകുകയും വരികയും ചെയ്യേണ്ടെന്നൊരു മെച്ചമുണ്ട്. എപ്പോ 10 മിനിറ്റായി കാണും. നീ എന്താണ് നിക്കുന്നേ? അങ്ങോട്ട് ഇരിക്കടാ.